ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ സ്കൂൾ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വാഴയില ഹൽവയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഇത്ര പോകുന്നൊരു വാഴയില എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുത്തെ തണ്ട് ഒഴിവാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ മുറിച്ചെടുക്കാൻ. ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഞാനിവിടെ പൂവമ്പഴത്തിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാ വാഴയുടെ ഇലയും പറ്റില്ല, നേന്ത്രക്കായൻ്റെ പറ്റില്ല, പൂവമ്പഴമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്ത ഈ ജ്യൂസ് ഒരു അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കുക. ഞാനിവിടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതി ഒഴിച്ച് മാറ്റി വെക്കുക. ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പാത്രത്തിൽ നമ്മൾ കോൺഫ്ലവർ പൊടി, ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ഒരു പാത്രത്തിൽ ഞാൻ ചേർത്തിട്ട് ഇളക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേശ്ശെ ഇട്ട് നമ്മളത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടിച്ചതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഏലക്കായ നമുക്ക് കുത്തിയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ മധുരം ചേർക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ലേശം ചേർത്താൽ മതി. ഇനി ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. അത് നന്നായി വറുത്തെടുക്കുക. ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് വേഗം വറുത്ത് കോരി മാറ്റണം കേട്ടോ. ഇനി ഈ വറുത്ത് കോരി വെച്ചതിന് ശേഷം ഈ നെയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഈ കോൺഫ്ലവറിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ. ഇത് ഇളക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും പെട്ടെന്ന്. കോൺഫ്ലവർ പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് ഇളക്കിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ വിടാതെ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര എല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ലേശം എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എള്ളും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചസാര എല്ലാം മെൽറ്റായി വരണം. അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് നെയ്യ് ഇതിലേക്ക് ചേർക്കട്ടോ. ഞാനിവിടെ 1 സ്പൂണ് മിൽമയുടെ നെയ്യാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നെയ്യ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറുകാനുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ആ പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒഴിച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടിന്ന് ഞാൻ ഇവിടെ എടുത്തിട്ട്, ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ള എള്ളും കാഷ്യൂനട്ടും വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നന്നായി തട്ടി കൊടുക്കുക. ഇവിടെ ഞാൻ ഈ ടിന്നിലേക്ക് ഈ ഫുള്ള് മിക്സും ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് വെച്ച് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും നന്നായി സെറ്റായി കിട്ടും. മുകൾ ഭാഗമൊക്കെ നന്നായി ലെവൽ ചെയ്യണം കേട്ടോ. ഞാനിവിടെ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നന്നായി സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ ആ ടിന്നിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ കാഷ്യൂനട്ടും വെള്ളമൊക്കെ മുകളിലായി കിട്ടും. നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സ്കൂൾ കോമ്പറ്റീഷനിലൊക്കെ ഈ ഒരു ഐറ്റം മതി നമുക്ക് എ ഗ്രേഡ് നേടാൻ. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.